ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സൈനികരെ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാ മതിയോ? വേഗം എനിക്കുള്ള ആഹാരത്തിനുള്ള ഏർപ്പാടുണ്ടാക്കൂ. എന്ത്? വരൂ മഹാരാജൻ, അങ്ങയ്ക്കുള്ള ആഹാരം അങ്ങയുടെ അന്തപുരത്തിനകത്ത് കഴിക്കാനായി വെച്ചിട്ടുണ്ട്. മഹാരാജൻ വന്നാലും പോകൂ. മഹാരാജൻ, അങ്ങ് നന്നായിട്ട് സംഗീതം ആസ്വദിക്കൂ. അല്ല, എന്താണ് നമ്മൾ കുടുങ്ങി. ഇത്ര വേഗത്തിൽ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പാണ്ഡ സാറേ, ഞങ്ങൾ കളിക്കുകയായിരുന്നു. കളിച്ചോണ്ടിരുന്നപ്പോ ഹണി പെട്ടെന്ന് താഴെ വീണു. അവന്റെ തലയിൽ പരിക്ക് പറ്റി. ഞങ്ങൾ ഡോക്ടർ ബാലുന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഹണി, വലിയ രീതിയിലൊന്നും പരിക്ക് പറ്റിയില്ലല്ലോ അല്ലേ? പോസ്റ്റ്മാൻ അങ്കിൾ, അങ്ങ് ഈ റോട്ടിൽ എന്തെടുക്കാണ്? ഇന്ന് കത്ത് കൊടുക്കാനൊന്നും പോയില്ലേ? ഹണി, ഞാൻ പോസ്റ്റ്മാൻ ഒന്നുമല്ല. പിന്നെന്തിനാണ് അങ്ങ് പോസ്റ്റ്മാന്റെ യൂണിഫോം ഇട്ടിരിക്കുന്നത്? ഇത് പോസ്റ്റ്മാന്റെ ഡ്രസ് അല്ല, ഇൻസ്പെക്ടറിന്റെ ഡ്രസ്സാണ്. എന്താണെങ്കിലും ശരി, നീ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. എന്റെ വീട്ടിലെ ഫ്രിഡ്ജിന് ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകേണ്ടത്? എടാ, ഡോക്ടർ ഫ്രിഡ്ജ് നന്നാക്കുകയില്ല. അതെയോ? ഫ്രിഡ്ജ് പോലും നന്നാക്കാൻ അറിയില്ലേ? പിന്നെ ആരാണ് അദ്ദേഹത്തെ ഡോക്ടറാക്കിയത്? ഹണി, ഡോക്ടർ അസുഖത്തെയാണ് ശരിയാക്കുന്നത്. പക്ഷെ എന്റെ അടുത്താണെങ്കിൽ അസുഖമൊന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ തുണി ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടാണ് നനയ്ക്കുന്നത്. എടാ, അത് അസുഖമല്ല, അതിന് വാഷിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ മായാജാല മരുന്ന് തീർച്ചയായും കൊടുക്കണം. എന്ത് ചെയ്യും ഞാൻ? ഇവിടെ നിന്ന് വേഗം ഇവനെ കൊണ്ടുപോകൂ. ഇവൻ കുറച്ചുകൂടി ഇവിടെ നിന്നാൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടത് ഇവനല്ല, തീർച്ചയായും ഞാനായിരിക്കും. ബാലു സാറേ, ഇവന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് ഇവൻ എന്തൊക്കെയോ പിച്ചുപേയും പറയുക. ചിലപ്പോ രാജാവെന്ന് പറയുന്നു, ചിലപ്പോ നോർമൽ ആകുന്നു. ഇടയ്ക്കിടയ്ക്കെല്ലാം മറന്നു പോവുകയും ചെയ്യുന്നു. ഡോക്ടർ സാറേ, ഇവന്റെ അസുഖം ശരിയാകുമോ? കാരണം ഇവന്റെ അസുഖം മാറിയില്ലെങ്കിൽ നമ്മളെല്ലാം തീർച്ചയായും വട്ടന്മാരായി മാറും. സംശയമുണ്ടോ? സംശയമില്ല, എനിക്ക് തീർച്ചയായിട്ടും അറിയാം സാറേ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ബാങ്കിൽ നിങ്ങൾ താമസിച്ചേ പോവുള്ളൂ. കണ്ടോ ഡോക്ടർ സാറേ, ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ. എന്നെ കന്നാ സാറെന്ന് വിളിക്കുന്നു. അത് ശരി. അപ്പൊ പ്രശ്നം ഇതാണല്ലേ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പ്രശ്നം എനിക്ക് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ക്രിക്കറ്റ് കാണാൻ വേണ്ടി പോയി. ടിക്കറ്റ് കൗണ്ടറിലെ ലൈൻ വളരെ നീണ്ടതായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വാങ്ങാനുള്ള എന്റെ നമ്പർ എത്തി. അപ്പോ ആരെ വിളിച്ചു പറഞ്ഞു, സുരേഷ് ഇങ്ങോട്ട് വരൂ. അപ്പൊ ഞാൻ ലൈനിൽ നിന്ന് മാറി വിളിച്ച ആളുടെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്റെ പേര് സുരേഷ് എന്നല്ല, ഞാൻ ഡോക്ടർ ബാലു ആണെന്ന്. അതുകൊണ്ട് എനിക്ക് വീണ്ടും 1 മണിക്കൂർ കൂടി ലൈനിൽ നിൽക്കേണ്ടി വന്നു. എന്റെ അമ്മച്ചി, ഇതൊരു വലിയ പ്രശ്നമേ അല്ല. ഒരു ദിവസം ഞാൻ ക്ലിനിക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. എന്റെ മകൻ സ്കൂളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. പ്രിൻസിപ്പളോടും തന്നെ വരാൻ പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ട്രെയിൻ പിടിച്ച് ഞാൻ സ്കൂളിലേക്ക് എത്തി. പിന്നെ ഓർമ്മ വന്നത് എന്റെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെ എനിക്ക് മോനുണ്ടാവുക? ഒരിക്കൽ എന്റെ മുത്തശ്ശൻ ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ദിവസം മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് ഫോൺ വന്നു. നമ്മുടെ പുതിയതായി ജോയിൻ ആയ വേലക്കാരൻ എന്റെ അനിയനെ ഒരുപാട് തല്ലി എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മുത്തശ്ശൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ തന്നെ ആ വേലക്കാരനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. അനിയന് ഒരു 100 രൂപ കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം ചവിട്ടി പുറത്താക്കിയത് ആരെയാണെന്നറിയാമോ? അത് മുത്തശ്ശിയുടെ അനിയനായിരുന്നു. ആ 100 രൂപ കൊടുത്തതോ വേലക്കാരനായിരുന്നു. കിറ്റി എറിയാൻ പോകുന്നത് മീഡിയം ഫേസ് ആണോ അതോ സ്പിൻ ആണോ? ഇതാ കിറ്റി ഓടാൻ പോവുകയാണ്. ഓടി വന്നിതാ കിറ്റി ബോൾ ചെയ്യുന്നു. പന്ത് കാറ്റിൽ പറന്നിതാ ബണ്ണിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ബണ്ണി പൂർവാധികം ശക്തിയോടെ അടിച്ചു ബോൾ വെളിയിലേക്ക് കളഞ്ഞു. ഹണിയതാ ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബോളിന് പുറകെ ഓടി, എന്നാൽ ഹണിയുടെ ശ്രമം ഇതാ പാഴായിരിക്കുന്നു. ഹണി ബോധം കെട്ട് വീഴാൻ പോകുന്നു. ബോൾ ഇതാ ഹണിയുടെ തലയിൽ വീണ് അപ്പുറത്തെ വീട്ടിലെ ആന്റിയുടെ മുറ്റത്ത് പോയി വീണു. ഓഹോ, ഹണി വേഗം പോയി ആ ബോൾ എടുത്തോണ്ട് വാ. ഹലോ, അങ്ങെന്തിനാണ് ഈ പൂട്ട് പൊളിക്കുന്നത്? അങ്ങയുടെ താക്കോലെങ്ങാനും നഷ്ടപ്പെട്ടോ? ശരിയാ,
താക്കോല് കളഞ്ഞുപോയി. സംഭവം എന്താണെന്ന് വെച്ചാ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ഞാൻ പാടുപെട്ടു. താക്കോലകത്ത് വെച്ച് വെളിയിൽ ഞാൻ പൂട്ടിട്ടു. നിങ്ങളുടെ കവിത കേട്ടപ്പോ മനസ്സിലായി നിങ്ങൾ കണ്ണാ സാറിന്റെ ബന്ധുവാണല്ലേ. അടിക്കായി അങ്കിൾ തരൂ, ഞാൻ ഈ പൂട്ട് പൊട്ടിക്കാൻ താങ്കളെ സഹായിക്കാം. അതെയോ, വളരെ സന്തോഷം. വേഗം വരൂ, എന്നെ സഹായിക്കും. ഹണി ഞാൻ എവിടെയാണ്? ഹണി ഞാൻ എവിടെയാണ്? ഹണി ഞാൻ എവിടെയാണെന്ന് പറയേ. ഹണി ഞാൻ എവിടെയാണ്? ഹണി ഹണി എഴുന്നേക്ക്. എന്താ സംഭവിച്ചത്? കിറ്റി വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. ഇതാ ബണ്ണി. ഹണി വേഗം എഴുന്നേൽക്ക്. എന്താ നിനക്ക് സംഭവിച്ചത്? അമ്മച്ചി. അല്ല, നിങ്ങൾ എന്തിനാ എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നേ? കാരണം നീ ഇവിടെ തല കറങ്ങി വീണു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പേടിച്ചു പോയത്. സംശയമുണ്ടോ? ഒരു സംശയമുള്ള രാജൻ, അടുത്ത രാജ്യത്തിലെ സേനാധിപതി നമ്മളെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ബോധം കെട്ട് വീണുപോയത്. സോറി, കുറച്ച് സമയമായി. അങ്ങ് എന്താണ് പറയുന്നത്? ഇങ്ങനെ തനിച്ച് സംസാരിക്കുന്നത്. എങ്കിൽ പിന്നെ അഡ്മിറ്റ് ചെയ്യാം. അങ്ങ് അങ്ങയോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ? ശരി. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. കണ്ടില്ലേ, ഇപ്പോൾ കുറ്റവാളി തന്റെ കുറ്റത്തെ ഇവിടെ ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ തുറകിലടക്കൂ. ഹണി നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് തോന്നുന്നത് ഡോക്ടർ ബാലുവിന്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ബാലുവിനെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നാ. ഡോക്ടർ സാർ, ഇവനെ എങ്ങനെയെങ്കിലും ചികിത്സിച്ചെടുക്കണം. ഇല്ല ഡോക്ടർ ഡെൻ, ഞാൻ അങ്ങയുടെ കയ്യിൽ അകപ്പെടുകയില്ല. പിടിക്കവനെ, പിടിക്ക. എടാ ഹണി നിൽക്ക്. എടാ നീ എന്താണ് ഈ കാണിക്കുന്നത്? നിക്ക്. എടാ നിക്ക്. അയ്യോ ദേ പുസ്തകം നടന്നു വരുന്നു. ഇത് പുസ്തകമല്ല, ഞാനാ. സംസാരിക്കുന്ന പുസ്തകം. സംസാരിക്കാൻ മാത്രമല്ല, പുസ്തകത്തിന് തല്ലാനും അറിയാം. എടാ പോപ്പട്ട് അതിനകത്ത് കുടുങ്ങി. വേഗം പുറത്തെടുക്ക്. എടാ പോപ്പട്ടെ, നീ വളരെ പുരാതനാണല്ലോ. ദേ ഐതിഹ്യത്തിന്റെ ബുക്കിൽ നിന്നാ വന്നത്. ആദ്യം നീ ഇത് പറ, ഈ പുസ്തകം തൂക്കി വെക്കുന്ന പരിപാടി നീ എപ്പോഴാ തുടങ്ങിയത്? ഈ പുസ്തകം ഞാൻ വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് വെക്കും. എന്നാ പിന്നെ എടുത്ത് നിന്റെ തലയ്ക്കകത്ത് തന്നെ വെച്ചോ. അതിലും വലിയ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവില്ല. മേഡം എന്നോട് പറഞ്ഞത് പുസ്തകം വായിച്ചാൽ ബുദ്ധിശക്തി കൂടുന്നതാണ്. അപ്പൊ നീ വായിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. മിക്കവാറും ഈ പുസ്തകം തിന്നേണ്ടി വരും. ഡെയിലി 2 പേജ് വെച്ച് തിന്നോ. പിന്നെ ഹിസ്റ്ററി ബുക്ക് ഷെയ്ക്ക് അടിച്ചെങ്കിൽ കുടിക്കേ. കൂടാതെ ഷാജഹാന്റെ ചരിത്രം എടുത്ത് പരിപ്പിന് പകരം ചപ്പാത്തിനോടെ തട്ടിക്കോ. എങ്കിലേ നിന്റെ തലയ്ക്കകത്ത് വല്ലോ കേറുള്ളൂ. കൊള്ളാലോ ഹണി, ഒരു ബുക്ക് ഇത്രയും പെട്ടെന്ന് വായിച്ചു തീർത്തോ? അല്ല, ഞാൻ ഇതിന്റെ പേജുകൾ മറച്ചു നോക്കായിരുന്നു. 3 ദിവസം കൊണ്ട് ചായ എങ്ങനെ ഉണ്ടാക്കാം. ഉത്തരം എന്താ എഴുതിയിരിക്കുന്നേ? ഇതിൽ എഴുതിയിരിക്കുന്നത് 3-ാമത്തെ ദിവസം ഉണ്ടാക്കാന്ന്. ഓ, ഹണി
ഹണി, നീ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എന്തിനാ എടുത്തു കൊടുക്കുന്നത്? ഒരു ദാനശീലന്റെ പ്രധാന കടമ എല്ലാം ദാനം ചെയ്യുക എന്നതാണ്. ആട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ, എന്റെ വീട്ടിലെ ടി.വി. ഇല്ല. എന്നും ഞാൻ കുട്ടികൾക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് സ്റ്റേജിന് പുറകിൽ മൃഗങ്ങളുടെ രൂപം കാണിക്കാറുണ്ട്. അത് കുട്ടികളോട് അനിമൽ ചാനലാണെന്ന് പറയാറുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് മുന്നിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ കാണിക്കാൻ എനിക്ക് വിരലുകൾ തികയാറില്ല. 2 വിരൽ എക്സ്ട്രാ ചോദിച്ചാ പോരെ, എന്തിനാ TV ചോദിക്കുന്നേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നാളെ എനിക്കൊരു പാർട്ടിക്ക് പോകാനുള്ളതാ. പ്ലീസ്, ഈ ടോപ്പ് നീ കൊണ്ടുപോകരുത്. നിൽക്കാനാ പറഞ്ഞത്. അയ്യോ, അതെ, എന്തു പറ്റി? എന്തു പറ്റി? എന്തു പറ്റി? എന്തു പറ്റി? ഇത് കണ്ടില്ലേ? എല്ലാ സാധനങ്ങളും നാട്ടുകാർക്ക് എടുത്തു കൊടുത്തു. ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ? എല്ലാ സാധനങ്ങളും പോയി. ഇപ്പൊ ദേ പ്രതിധ്വനി മാത്രമേ ഉള്ളൂ ഇവിടെ. ഏതോ മലയുടെ മുകളിൽ കയറി സംസാരിക്കുന്ന പോലെ ഉണ്ട്. സാറേ, ഒരു തുണി കിട്ടിയിരുന്നെങ്കില്. തീർച്ചയായും ഇതെന്റെ കർത്തവ്യമാണ്. ഈ വീട്ടിൽ ഒരു തരി പഞ്ചസാര പോലും ഇല്ല. വാ, നമുക്ക് പോവാം. തടഞ്ഞ വക്കീൽ സാറേ, പ്രശ്നമേ ഇല്ലാത്ത എന്നെ എന്തിനാ പ്രശ്നക്കാരനാക്കുന്നേ? എനിക്കൊരു അസുഖവും ഇല്ല. നാളെ നമ്മുടെ കോർട്ടിലുള്ള കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കോർട്ടിൽ ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അങ്ങാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. വക്കീൽ സാറേ, അല്ല ഹണി, നീ ഞാനൊരു ഡോക്ടർ എന്ന കാര്യം മറന്നിരിക്കുകയാണ്. വക്കീൽ സാറേ, അങ്ങയുടെ സെൻസ് ഓഫ് ഹ്യൂമർ എന്തായാലും നന്നായിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം മാത്രം ഓർമ്മയുണ്ട്. എന്റെ അമ്മ 2 കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. പിന്നെ അങ്ങ് എന്നോട് കോർട്ടിൽ എന്ത് സംസാരിക്കാൻ പറഞ്ഞു, അത് മാത്രമേ ഞാൻ അവിടെ സംസാരിക്കുകയുള്ളൂ. നോക്കൂ ഹണി, നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ബണ്ണി നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിന്റെ അസുഖം മാറാൻ വേണ്ടിയല്ലേ? ഇൻസ്പെക്ടർ സാർ, അന്നത്തെ രാത്രി വല്ലാത്ത ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കള്ളനെ ശരിക്കും കാണാൻ കഴിയാതെ പോയത്. അവനെ കാണാൻ അത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല, കൂടാതെ വലിയ താടിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇരുട്ടായിരുന്നത് കൊണ്ട് ഒരു കാര്യം മാത്രം എനിക്ക് പിടികിട്ടിയിരുന്നില്ല, വന്നത് സ്ത്രീയാണോ അതോ പുരുഷനാണോ എന്ന്. എനിക്ക് തോന്നുന്നത് നിന്നെ ഉടൻ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ്. അങ്ങ് എന്താണ് പറയുന്നത് ഇൻസ്പെക്ടർ സാർ? മോഷണം പോയ സാധനം എങ്ങനെയാണ് നമുക്ക് തിരിച്ചു വാങ്ങാൻ കഴിയുക? കാരണം അത് മോഷണം പോയല്ലോ, നടക്കില്ല. അങ്ങ് അവരോട് എന്ത് പറഞ്ഞാലും ശരി, അങ്ങേക്കോട്ട് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിലും ശരി, അവനെ അഡ്മിറ്റ് ചെയ്യാൻ മാത്രം കഴിയില്ല. എനിക്ക് തോന്നുന്നത് ഇവനെ വട്ടുപിടിച്ചു എന്നാണ്. എടാ ഹണി, അല്ല, ഈ ഹണിക്ക് ഇത് എന്ത് പറ്റി? അത് നോക്കി, കരണ്ട് കമ്പിയിലൂടെ ഒരു പൂച്ച നടക്കുന്നു. അല്ല, ഇതെന്തുവാ ഇത്? എന്തുവാടേ, നീ പോക്കൃതനം കാണിക്കുകയാണോ? ഫ്രീ ആയിട്ട് സാധനങ്ങൾ. ഇതും എടുത്തോളൂ, ഇതും എടുത്തോളൂ, ദാ അതും എടുത്തോ, എല്ലാം എടുത്തോളൂ.
ഒന്നും എണ്ണയല്ല, എത്ര ദാനം ചെയ്യുന്നു അത്രയും പുണ്യം കിട്ടും. നിങ്ങൾ 1 കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് 2 തരും. വീണ്ടും 2 കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു നൽകും. അങ്ങനെ 8, 10, 15 പിന്നെ പോയി ലൈനിൽ നിൽക്കേ. ആരും തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും എന്തും കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് സോഫ വേണം. എന്റെ വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം തീർന്നിരിക്കുകയാണ്. ഇപ്പൊ കൊണ്ടുവരാം. എന്നാ പിടിച്ചോ. താങ്കൾക്ക് എന്താ വേണ്ടത്? എനിക്കൊരു തത്തയാ വേണ്ടത്. പോപ്പട്ടെ, ഒന്നിങ്ങ് വന്നേ. ഞാനൊരു കാക്കയാണ്. ഞാൻ കാക്കയാണെന്ന്. വെരി സോറി ചേട്ടാ, തത്തയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പച്ചക്കറി, ചായപ്പൊടി, 1 കിലോ ഉരുളക്കിഴങ്ങ്, 1 കിലോ അച്ചിങ്ങ, 1 കിലോ സവാള, പിന്നെ ഒരു ഗ്യാസ് കട്ടിയും വേണം. ബാക്കി കൂടെ പാട്. അല്ല, നീ കാര്യം പറഞ്ഞതാണോ പാട്ട് പാടിയതാണോ? അയ്യോ, പാടിയതല്ല. എനിക്ക് ഈ സാധനങ്ങളൊക്കെ വേണം. ഇത്രയും സാധനങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് നീ ഞങ്ങളെ കിച്ചണും കൂടി അങ്ങ് എടുത്തോ. എന്നിട്ട് ഇവിടെ തന്നെ അങ്ങ് വെച്ചുണ്ടാക്കി കഴിച്ചോ. ഒരു ഐസ്ക്രീം തരൂ. ഓഹോ, ദാ ഈ ഐസ്ക്രീം കഴിച്ചോളൂ. ഇതെന്താ ആന്റി? ആന്റിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടോ? ഓ വെൽ, ഞാനൊരു ഫോൺ എടുക്കാൻ പോവുകയാണ്. വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം എന്താണ്? ദാനം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും. ഹലോ ഹലോ. അതെ, എന്റെ ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോയി. അടിക്കവനെ, അടിക്കേ. നിങ്ങൾക്ക് ടിക്കറ്റ് ആണോ വേണ്ടത്? ദാ പിടിച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ, വീട് തരാലോ. ഇന്ന് തൊട്ട് ഈ വീട് നിങ്ങളുടേതാണ്. പിന്നെ ഒരു കാര്യം, രാവിലെ 6 മണിയാകുമ്പോൾ വെള്ളം വരും. വരൂ മാഡം, നമുക്ക് പുറത്ത് ഫുട്പാത്തിൽ ഉറങ്ങാം. ഹണി, നമ്മൾ അങ്ങനെ എല്ലാം ദാനം ചെയ്യാറില്ല. ചിന്തിച്ച് തീരുമാനിച്ചിട്ട് എന്ത് ദാനം ചെയ്യാറുള്ളൂ. മാത്രമല്ല, സ്വന്തം സാധനങ്ങളാണ് ദാനം ചെയ്യേണ്ടത്, അല്ലാതെ വല്ലവന്റെ എടുത്തിട്ടല്ല. മനസ്സിലാടാ കഴുതേ. ഉറക്കം വരുന്നില്ല എങ്കിൽ ഉറക്ക ഗുളിക കഴിച്ച് കിടന്നുറങ്ങും. കാരണം സിറ്റിയിൽ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ വീട്ടിലെ പൂട്ടെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അവന്റെ ഐഡിയ എന്തെന്നാൽ, എല്ലാ പൂട്ടും പകലിൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ രാത്രി എല്ലാ വീടും തുറന്നിരിക്കും. പിന്നെ അവന്റെ ജോലി എളുപ്പമാണ്. കൊള്ളാം, എന്തൊരു ബുദ്ധിയാണ്. ഇതിന്റെ പേരാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്. ആശംസകൾ ഹണി. നിന്നെ പോലെ ബുദ്ധിമാനായ ഒരു കള്ളന് എത്തിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ കച്ചവടം മുഴുവൻ നഷ്ടമാണ്. അടുത്ത വീട്ടിലേക്ക് വരുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അടികൈ. കണ്ണാ സാറേ, ഇടയ്ക്ക് അടുത്ത വീട്ടുകാരോടൊന്ന് ചോദിക്കേ, നിങ്ങൾ വരുന്നത് അവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന്. എന്റെ ഹണി, ഞാനൊരു കവിത പറഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കേ, അയൽപക്കക്കാർക്ക് ഈ കവിത ചൊല്ലുന്നത് ഇഷ്ടമാണോ എന്ന്. മിണ്ടരുത്. ഗുഡ് മോർണിംഗ് കണ്ണ സർ. ഗുഡ് മോർണിംഗ്. വെടിക്കെട്ട് കാണാൻ പോയപ്പോൾ കയ്യിലുള്ള കാശ് മുഴുവൻ നഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളുടെ ഗുഡ് മോർണിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടികൈ. തീർച്ചയായും കണ്ണ സർ, തീർച്ചയായും. ഇതാ പിടിച്ചോളൂ. അല്ല, നിങ്ങൾ ഈ വാർത്ത കേട്ടിരുന്നോ? സർക്കാർ നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഇന്ന് സിറ്റിയിൽ ഒരു കള്ളൻ വന്നിട്ടുണ്ട്. ഹലോ, ഇവിടെ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ വന്നതിന്റെ ഫ്ലോ മുഴുവൻ നശിപ്പിച്ചിരിക്കുക. നിൽക്ക്, നിൽക്ക്, നിൽക്കാൻ. എന്നോട് ക്ഷമിക്കണം സാർ, വണ്ടി സ്പിറ്റായി പോയതാണ്. സ്പിറ്റല്ല, സ്കിഡായി പോയതാ. അത് തന്നെയാണ് സാർ. അതിന് കാരണം എന്റെ മൂക്കിൽ നിന്ന് ഒരുപാട് വെള്ളം ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം സ്പിറ്റായി പോയത്. എന്തായാലും അന്ന് വണ്ടി നിർത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത് ആലോചിക്കുമ്പോ എനിക്ക് 2 വരികൾ ഓർമ്മ വരും. ആരുടെയെന്നറിയാത്ത വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നു, മുന്നോട്ട് പോകുന്നു. ആരുടെയെന്നറിയാത്ത വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നു, മുന്നോട്ട് പോകുന്നു. പക്ഷെ അറിയാത്ത കാര്യം, ആരാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നത്? ഈഷ്, തന്റെ ഓണർ എവിടെ പറയാ? ഞാൻ തന്നെ ഓണർ. സാറിന് ഞാൻ ആരാണെന്ന് അറിയില്ലേ? അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സാർ ആരോടും പറയരുത്.
അങ്ങനെ പറഞ്ഞാൽ എന്റെ മാനം നഷ്ടപ്പെട്ടു പോകും. താൻ തന്റെ ലൈസൻസ് കാണിക്ക്. ഇന്നു മുതൽ ചെക്കിംഗ് തുടങ്ങി. സിറ്റിയിൽ ഒരുപാട് വണ്ടികൾ മോഷണം പോകുന്നു. ഇതാ ഇത് നോക്കിക്കോളൂ. ഇതെന്താ ഇത്? ഈ ഫോട്ടോ നിന്റേതല്ലോ. അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇതെന്റെ മോന്റെ ഫോട്ടോയാണ്. അതിന് കാരണം എന്റെ ഫോട്ടോ നന്നായി വരുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഫോട്ടോയ്ക്ക് പകരം എന്റെ മോന്റെ ഫോട്ടോ ഒട്ടിച്ചു. ഒരു കുഴപ്പമില്ല. തന്റെ എക്സ്റേ റിപ്പോർട്ട് തന്നാൽ മതി. അതോടെ പ്രശ്നം തീരും. തീർച്ചയായും തന്നേക്കാം. ഈഷ്, താൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ വട്ടി പിടിപ്പിക്കുന്നു. വേഗം വണ്ടിയുടെ പേപ്പറൊക്കെ എടുക്ക്. ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ വണ്ടിയുടെ പേപ്പറിൽ കവിത എഴുതി വെച്ചിരിക്കുകയാണ്. കവിത എന്താണെന്ന് ഞാൻ ഇപ്പൊ വായിച്ചു കേൾപ്പിക്കാം. എന്റെ വീട്ടിൽ വരുന്നത് പോലെ നീ എന്റെ ഹൃദയത്തിലേക്ക് കേറി വാ. എന്റെ വീട്ടിൽ വരുന്നത് പോലെ എന്റെ ഹൃദയത്തിലേക്ക് കേറി വാ. റൂം നമ്പർ 108, നാഗ്പൂരിലാണ് വീട്.